ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ ബാങ്കിങ്ങിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് സെക്രട്ടറിയുടെ എക്സാമിന് 2018/2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 20 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: റീജിയണൽ റൂറൽ ബാങ്ക്സ് ആർ ലൈസൻസ്ഡ് ഫോർ ബാങ്കിങ് ബിസിനസ് അണ്ടർ ഓപ്ഷൻ എ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട്, ഓപ്ഷൻ ബി കമ്പനീസ് ആക്ട്, ഓപ്ഷൻ സി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ഓപ്ഷൻ ഡി ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. RRB റീജിയണൽ റൂറൽ ബാങ്ക്സിന് ലൈസൻസ് കൊടുക്കുന്നത്, ബാങ്കിങ് ബിസിനസ്സിന് ലൈസൻസ് കൊടുക്കുന്നത് ഏത് ആക്ടിൻ്റെ അണ്ടറിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, BR ആക്ട് ആണ്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ: റിട്ടേൺസ് ആർ കംപ്ലൈഡ് ബൈ പാക്സ് ഫ്രം ഓപ്ഷൻ എ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്, ഓപ്ഷൻ ബി രജിസ്റ്റേഴ്സ്, ഓപ്ഷൻ സി ബൈ ലോ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ആൻസർ ഓപ്ഷൻ എ ആണ്, ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. റിട്ടേൺസ് ആർ കംപ്ലൈഡ് ബൈ പാക്സ് ഫ്രം ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ: what does the DCB statement of PACS indicates? Option A total loan demand of PACS, option B total recovery of PACS, option C total overdues of the PACS, option D A, B and C. PACSൻ്റെ DCB സ്റ്റേറ്റ്മെൻറ്റ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, A, B ആൻഡ് C ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇൻ റിലേഷൻ ടു PACS പാക്സ് വാട്ട് ഡസ് NCL സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാൻഡ്സ് ഫോർ? ഓപ്ഷൻ എ നോർമൽ ക്രെഡിറ്റ് ലിമിറ്റ്, ഓപ്ഷൻ ബി നാഷണൽ ക്രെഡിറ്റ് ലിമിറ്റ്, ഓപ്ഷൻ സി നെറ്റ് ക്രെഡിറ്റ് ലിമിറ്റ്, ഓപ്ഷൻ ഡി നോമിനൽ ക്രെഡിറ്റ് ലിമിറ്റ്. PACSുമായിട്ട് ബന്ധപ്പെട്ട്, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് NCL സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, നോർമൽ ക്രെഡിറ്റ് ലിമിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ: വൈ RBI ഹാസ് സ്റ്റിപ്പുലേറ്റഡ് ദ ബാങ്ക്സ് ഷുഡ് ലെൻഡ് സം മിനിമം പ്രിസ്ക്രൈബ്ഡ് ലോൺസ് ടു പ്രയോറിറ്റി സെക്ടർ? ഓപ്ഷൻ എ priority sector is a part of socio-economic development obligation of banks, so emphasis on it is required. Option B, as the lending is of smaller amount, the risk is comparatively low. Option C, since interest rate is less, banks are reluctant to advance to this sector. Option D, ഇറ്റ് ഈസ് എ ഡയറക്ഷൻ ഫ്രം ദ ഗവൺമെൻറ്. എന്തുകൊണ്ടാണ് RBI പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മിനിമം പ്രിസ്ക്രൈബ്ഡ് ലോൺ നമ്മൾ പ്രയോറിറ്റി സെക്ടറിലേക്ക്, എല്ലാ ബാങ്കുകളും ഒരു മിനിമം പ്രിസ്ക്രൈബ്ഡ് ലോൺസ് പ്രയോറിറ്റി സെക്ടറിലേക്ക് ലെൻഡ് ചെയ്യണം എന്ന് RBI പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രയോറിറ്റി സെക്ടർ ഈസ് a part of socio-economic development obligation of banks, so emphasis on it is required. അടുത്ത ക്വസ്റ്റ്യൻ: നോമിനേഷൻ ഈസ് റെക്കോർഡഡ് ഇൻ ദ പ്രിൻസിപ്പൽ അക്കൗണ്ട് ഓഫ് ദ ഡെപ്പോസിറ്റർ സേവിങ്സ് അക്കൗണ്ട് ആൻഡ് 1 FDR ഈസ് ഇഷ്യൂഡ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ ഡെപ്പോസിറ്റർ ബൈ ഡെബിറ്റ് ടു ദ സേവിങ്സ് അക്കൗണ്ട്. Whether fresh nomination to be obtained for FDR account as per guidelines. Which of the following is correct? Option A, separate nomination is not required since nomination is given while opening of account applies to all accounts of the customer. Option B, fixed deposit is a separate account and will need a separate nomination. Option C, nomination not required since the FDR made by debit to the customer account where nomination is already there. Option D, fresh nomination is required in case of FDR made through cash and not if made by debiting the account of the customer where nomination is already there. ഇവിടെ ചോദിച്ചിരിക്കുന്നത്
ഒരാളുടെ സേവിങ്സ് അക്കൗണ്ട്, അയാളുടെ പ്രിൻസിപ്പൽ അക്കൗണ്ട് എന്ന് പറയുന്നത് സേവിങ്സ് അക്കൗണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അയാളുടെ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ നോമിനേഷനുള്ള ഒരു സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും എമൗണ്ട് ക്യാഷ് ഉള്ള അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൽ ഇപ്പോൾ 5 ലക്ഷം ഉണ്ടെങ്കിൽ അതിലൊരു 3 or 2 ലക്ഷം ഏതെങ്കിലും ഒരു എമൗണ്ട്, കുറച്ചൊരു എമൗണ്ട് എന്തായി FD ആക്കി മാറ്റുകയാണ്. അപ്പോൾ ഇങ്ങനെ FDR ഇഷ്യൂ ചെയ്ത സേവിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് FD ആക്കി മാറ്റുന്നു. അപ്പോൾ ഈ FDR ഇഷ്യൂ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ പുതിയതായിട്ട് വരുന്ന ആ FDRന്, ഇപ്പോൾ ആ എടുത്ത FDRന് നോമിനേഷൻ സെപ്പറേറ്റ് ആയിട്ട് വേണോ എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് അതിന് നോമിനേഷൻ വേറെ വെക്കണോ എന്നാണ് ചോദിക്കുന്നത്. സേവിങ്സ് അക്കൗണ്ടിന് ഓൾറെഡി നോമിനേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ബി ആണ്. നമ്മളിപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് എ സെപ്പറേറ്റ് അക്കൗണ്ട് ആൻഡ് വിൽ നീഡ് സെപ്പറേറ്റ് നോമിനേഷൻ. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ അയാളുടെ സേവിങ്സിന് നോമിനേഷൻ ഉണ്ടായിരുന്നു എങ്കിലും ആ സേവിങ്സിനെ ഡെബിറ്റ് ചെയ്ത് അയാൾ FD ആക്കി കഴിഞ്ഞാൽ ആ FDRനും ഒരു നോമിനേഷൻ വേണം, സെപ്പറേറ്റ് നോമിനേഷൻ വേണം എന്നാണ് പറയുന്നത്. സേവിങ്സും FDയും 2 എണ്ണമായിട്ടാണ്, സെപ്പറേറ്റ് അക്കൗണ്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിന് നോമിനി ഉണ്ടെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റിന് സെപ്പറേറ്റ് അക്കൗണ്ടാണ്. സോ അതിന് ഒരു സെപ്പറേറ്റ് നോമിനേഷൻ വെക്കണം. 2 നോമിനിയും സെയിം ആയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ സെപ്പറേറ്റ് നോമിനേഷൻ എന്തായാലും വെക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ മൈനർ അഡ്മിറ്റഡ് ഫോർ ബെനഫിറ്റ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം ഓൺ ഹിസ് അറ്റൈനിങ് മെജോറിറ്റി ഓർ വെൻ ഇറ്റ് കം ടു ഹിസ് നോളജ് whichever is later shall give public notice within -months whether he wants to be partner in the firm. Option A 3 months, option B 1 month, option C 1 year, option D 6 months. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ അതിൻ്റെ ബെനഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി മാത്രം ഒരു മൈനറെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. പാർട്ട്ണർഷിപ്പ് ഫേമിൽ ബെനഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി മാത്രം ഒരു മൈനറെ അഡ്മിറ്റ് ആക്കാൻ പറ്റും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ അറ്റൈനിങ് മെജോറിറ്റി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ ആ മൈനറായിട്ടുള്ള ഒരാൾ മേജറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാളിനുള്ളിൽ അയാൾ അവിടെ ഒരു പാർട്ട്ണർ ആവാൻ വേണ്ടിയിട്ട്, ഒരു പാർട്ട്ണറായിട്ട് മേജറായി കഴിഞ്ഞാൽ പാർട്ട്ണർ ആവാമല്ലോ. അപ്പോൾ അങ്ങനെ മേജറായി കഴിഞ്ഞ് പാർട്ട്ണർ ആവാനായിട്ട് എത്ര നാളിനുള്ളിൽ ഒരു പബ്ലിക് നോട്ടീസ് കൊടുക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 6 months ആണ്. ഓക്കെ, അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ബെനഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഒരു മൈനറെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കെ ഈ മൈനർ മേജറായി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അയാളെ പാർട്ട്ണർ ആക്കുന്നതിന് 6 മാസം കഴിഞ്ഞാലാണ് അയാൾ അത് പബ്ലിക് നോട്ടീസ് വിത്തിൻ 6 months ആ പബ്ലിക് നോട്ടീസ് കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ആസ് പെർ RBI ഗൈഡ്ലൈൻസ് for opening savings account of self-help group, bank should insist KYC of option A KYC verification of all members, option B KYC verification of the office buyers only shall required, option C KYC verification of president only, option D none of the above. RBI guidelines പ്രകാരം SHG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആരുടെ എല്ലാം KYC നോ യുവർ കസ്റ്റമർ KYC ആരുടെയൊക്കെ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, KYC വെരിഫിക്കേഷൻ ഓഫ് ദ ഓഫീസ് ബയേഴ്സ് ഓൺലി ഷാൾ റിക്വയർഡ്. ആ ഓഫീസ് ബയേഴ്സിൻ്റെ KYC വെരിഫിക്കേഷൻ ആണ് അവിടെ വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. Your branch receives a garnishee order. It attaches all sum owning or acquiring due to Mr. Ashok and Mr. Anand. There is no account at the branch in the joint name of Mr. Ashok and Anand, but they maintain their individual accounts under these circumstances. Option A. The court should be advised that there is no account in joint names of Ashok and Mr. Anand.
Hence, the garnishee order cannot be given effect to. Option B. The garnishee order will attach the individual accounts of Mr. Ashok and Mr. Anand as they are jointly and severally liable for the joint debt. Option C. The matter should be referred to the court for clarification. Option D. Since the order is not applicable, the bank need not take any action thereon. ഇതിൽ ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചിന് ഗാർണിഷി ഓർഡർ വന്നിരിക്കുകയാണ്. അപ്പോൾ മിസ്റ്റർ അശോക് ആൻഡ് മിസ്റ്റർ ആനന്ദിൻ്റെ അക്കൗണ്ടിൽ ആ എമൗണ്ട് അറ്റാച്ച് ചെയ്യണം. അതാണല്ലോ ഗാർണിഷി ഓർഡർ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ജോയിൻ്റ് നെയിമിൽ അക്കൗണ്ട് ഇല്ല. അവരുടെ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ അക്കൗണ്ടാണ് ആ ബാങ്കിൽ ഉള്ളത്. അങ്ങനെയാണ് എങ്കിൽ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ദ ഗാർണിഷി ഓർഡർ വിൽ അറ്റാച്ച് ദ ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് ഓഫ് മിസ്റ്റർ അശോക് ആൻഡ് മിസ്റ്റർ ആനന്ദ് as they are jointly and severally liable for the joint debt. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ആ ബാങ്കിൽ രണ്ടുപേരുടെയും പേരിലാണ് ഗാർണിഷി ഓർഡർ വന്നിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ജോയിൻ്റ് അക്കൗണ്ട് ഇല്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണ് ഉള്ളത് എങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ട് അറ്റാച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. ദ ഗാർണിഷി ഓർഡർ വിൽ അറ്റാച്ച് ദ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഓഫ് മിസ്റ്റർ ആകാശ് ആൻഡ് മിസ്റ്റർ ആനന്ദ്. അവരുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ട് അറ്റാച്ച് ചെയ്യാം എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which one among the following promoted the concept of self-help group for financing the poor? Option A RBI, option B NABARD, option C Union Ministry of Rural Development, option D Union Ministry of Labor. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, നബാർഡ്. നബാർഡാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ അവരെ പ്രൊമോട്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്കിങ് മീൻസ് അക്സെപ്റ്റൻസ് ഓഫ് ഡാഷ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ആൻഡ് ഡാഷ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് BR റെഗുലേഷൻ ആക്ട്. ഓപ്ഷൻ എ ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് 6C1, ഓപ്ഷൻ ബി ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 5B, ഓപ്ഷൻ സി ഡെപ്പോസിറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് 5C, ഓപ്ഷൻ ഡി ഡെപ്പോസിറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് 5D. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് 5B. ബാങ്കിങ് മീൻസ് acceptance of deposit for the purpose of lending and investment under section 5B of Banking Regulation Act. ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക, അത് ലെൻഡ് ചെയ്യണമെന്ന പർപ്പസോട് കൂടി ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് പറയുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ സെക്ഷൻ 5Bയിലാണ് പറയുന്നത്. ബാങ്കിങ് എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് അതിലാണ്, BR ആക്ടിൽ സെക്ഷൻ 5Bയിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ബാങ്കിങ് റെഫറൻസ് ക്രെഡിറ്റ് റിസ്ക് റെഫേഴ്സ് ടു. ഓപ്ഷൻ എ default of a banker in sanctioning credit limits to the borrower. Option B default of the banker in keeping sufficient cost at branch level. Option C default by the borrower in repayment of bank's dues. Option D default of a borrower to provide sufficient security. ആൻസർ ഓപ്ഷൻ സി ആണ്, ഡിഫോൾട്ട് ബൈ എ ബോറോവർ ഇൻ റീപേയ്മെൻറ്റ് ഓഫ് ബാങ്ക് ഡ്യൂസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ കസ്റ്റമർ ഹാസ് ബാലൻസ് ഇൻ ഹിസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ദ ബാങ്ക്സ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റിക്കവറി ഓഫ് എ ലോൺ? ഓപ്ഷൻ എ ബാങ്ക് ഗ്യാരണ്ടി ഇഷ്യൂഡ് ബൈ ദ ബാങ്ക്. Option B, a term loan has been sanctioned and the installment is still to fall due. Option C, a cash credit limit is sanctioned to the party and it is running regular. Option D, customer is a guarantor in a loan account of another person and that person has defaulted in repayment of the loan. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കസ്റ്റമർ ഈസ് എ ഗ്യാരണ്ടർ ഇൻ ദ ലോൺ അക്കൗണ്ട് ഓഫ് അനദർ പേഴ്സൺ ആൻഡ് ദാറ്റ് ദ പേഴ്സൺ ഹാസ് ഡിഫോൾട്ടഡ് ഇൻ റീപേയ്മെൻറ്റ് ഓഫ് ദ ലോൺ.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് സേവിങ്സിൽ, നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്, ഒരു കസ്റ്റമറുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബാങ്കിന് ലോൺ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ ആ സേവിങ്സിൽ നിന്ന് എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ആ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ആ ലോൺ എടുത്തിട്ടുള്ള ആ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ജാമ്യം നിന്നിട്ടുള്ള വ്യക്തിയുടെയോ അക്കൗണ്ടിൽ, സേവിങ്സ് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട് എങ്കിൽ അതിൽ നിന്നും എന്താണ് ഈ ലോൺ എമൗണ്ട് ഡ്യൂ ആണെങ്കിൽ ആ ലോൺ എമൗണ്ട് അതിൽ നിന്നും എടുക്കാമെന്നാണ് പറയുന്നത്. അതാണ് ഈ റൈറ്റ് ടു സെറ്റ് ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കാര്യത്തിനെയാണ്. കസ്റ്റമർ ഈസ് എ ഗ്യാരണ്ടിയർ ഇൻ എ ലോൺ അക്കൗണ്ട് ഓഫ് അനദർ പേഴ്സൺ ആൻഡ് ദാറ്റ് പേഴ്സൺ ഹാസ് ഡിഫോൾട്ടഡ് ഇൻ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇൻ കേസ് ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് വിത്ത് ക്രെഡിറ്റ് ബാലൻസ് ഈസ് ദാറ്റ് ഓഫ്. ഓപ്ഷൻ എ ഡെപ്റ്റർ ക്രെഡിറ്റർ, ഓപ്ഷൻ ബി പ്രിൻസിപ്പൽ ഏജൻറ്റ്, ഓപ്ഷൻ സി ബെനഫിഷ്യറി ട്രസ്റ്റി, ഓപ്ഷൻ ഡി ക്രെഡിറ്റർ ഡെപ്റ്റർ. ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് വിത്ത് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ വിച്ച് റിലേഷൻ ദ കസ്റ്റമർ ഹൂ ഹാസ് ഡെപ്പോസിറ്റഡ് മണി ഇൻ ദ അക്കൗണ്ട് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ആസ്ക് ദ മണി ബാക്ക്. ഓപ്ഷൻ എ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് ദാറ്റ് ഓഫ് എ ഡെപ്റ്റർ ക്രെഡിറ്റർ. ഓപ്ഷൻ ബി കോൺട്രാക്ച്വൽ റിലേഷൻസ്. ഓപ്ഷൻ സി ഡ്യൂ ടു ലീഗൽ പ്രൊവിഷൻസ് to that effect. Option D, as the customer is to be served for his banking requirements. Answer option B ആണ്, contractual relation. അടുത്ത ക്വസ്റ്റ്യൻ, which of the following grants protection to the collecting banker? Option A, bankers in good faith and without negligence received a payment for a customer in property opened accounts. Option B, a bank has collected the payment through clearing system. Option C, bank has collected the payment in property opened accounts. Option D, where the check deposited for collection was account payee and crossed. Answer option A ആണ്. ഈ കളക്ടിംഗ് ബാങ്കർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാങ്കർ ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നെഗ്ലിജൻസ് റിസീവ്ഡ് എ പേയ്മെൻറ്റ് ഫോർ എ കസ്റ്റമർ ഇൻ പ്രോപ്പർലി ഓപ്പൺഡ് അക്കൗണ്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സിവിൽ സ്യൂട്ട് ടു വിച്ച് ബാങ്ക് ഈസ് നോട്ട് എ പാർട്ടി, വൺ പാർട്ടി ടു ദ സ്യൂട്ട് ഹാസ് പ്രൊഡ്യൂസ്ഡ് ദ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. The other party to the suit wants to call bank officer as witness to prove the content of copy. Can it be done? Option A, yes, as it is the right of a party to get it reaffirmed in evidence. Option B, no, as the certified copy is prima facie evidence that is admissible in evidence. Option C, no, unless the bank volunteers to do so. Option D, yes, but if court allow the application to call the witness. അതായത് ഒരു സിവിൽ സ്യൂട്ട്, ആ സിവിൽ സ്യൂട്ടിൽ ബാങ്ക് ഒരു പാർട്ടി അല്ല, പക്ഷേ ആ സിവിൽ സ്യൂട്ടിലുള്ള ഒരു പാർട്ടി അവിടെ വിറ്റ്നസ് ആയിട്ട് വെച്ചത് ബാങ്കിൻ്റെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൻ്റെ സർട്ടിഫൈഡ് കോപ്പിയാണ് അവിടെ വെച്ചിരിക്കുന്നത്, അവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ മറ്റ് പാർട്ടി, ആ സ്യൂട്ടിലുള്ള മറ്റ് പാർട്ടിക്ക് ആ ബാങ്ക് ഓഫീസറിനെ കോൾ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാങ്ക് ഓഫീസറിനെ കോൾ ചെയ്തിട്ട് ആ കോപ്പിയിലെ കണ്ടൻറ്റ് പ്രൂവ് ചെയ്യിക്കാൻ, കോപ്പിയിലെ കണ്ടൻറ്റ് ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി ബാങ്ക് ഓഫീസറെ കോൾ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, നോ, ആസ് ദ സർട്ടിഫൈഡ് കോപ്പി ഈസ് പ്രൈമ ഫേസി എവിഡൻസ് ദാറ്റ് ഈസ് അഡ്മിസിബിൾ ഇൻ എവിഡൻസ്. അതായത് ആ ബാങ്കിൽ നിന്ന് അങ്ങനെ ഒരു സർട്ടിഫൈഡ് കോപ്പി വെച്ചിട്ടുണ്ട് എങ്കിൽ അത് പ്രൈം എവിഡൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റും, അത് എവിഡൻസ് തന്നെയാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഈ വിറ്റ്നസ് ആയിട്ട് ബാങ്ക് ഓഫീസറിനെ വിളിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സർട്ടിഫൈഡ് കോപ്പി ഉണ്ടെങ്കിൽ അത് പ്രൈം എവിഡൻസ് ആയിട്ട് കണക്കാക്കാം എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
The dash are organized in 3 tier, namely state, central and primary level, and they meet the long-term credit requirement of the farmers for developmental purpose. Option A NABARD, option B primary cooperative banks, option C urban cooperative banks, option D land development banks. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ലോങ് ടേമിലുള്ളതാണ്, ലോങ് ടേം ക്രെഡിറ്റ് റിക്വയർമെൻറ്റ് ഓഫ് ഫാർമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, പാക്സ് don't have to submit returns to which authority if the district cooperative bank is there? Option A RCS, option B DCCB, option C lead bank manager, ഓപ്ഷൻ ഡി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അതായത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട് എങ്കിൽ പാക്സ് ഏത് അതോറിറ്റിക്കാണ് റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യേണ്ടാത്തത്? DCB ഇപ്പോൾ ഉണ്ടെങ്കിൽ പാക്സ് ഒരു അതോറിറ്റിക്ക് റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യേണ്ട, അത് ഏത് അതോറിറ്റിയാണ് എന്ന്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. DCB ഉണ്ടെങ്കിൽ പിന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ബോണ്ട് ഈസ് ഇഷ്യൂഡ് വിത്ത് ദ പ്രൊവിഷൻ ദാറ്റ് ദ ഇൻവെസ്റ്റർ ഹാസ് ഓപ്ഷൻ ടു റീപ്ലേസ് ദ ബോണ്ട് വിത്ത് ദ ഇക്വിറ്റി അറ്റ് എ ഫിക്സ്ഡ് പ്രൈസ്, ഇറ്റ് ഈസ് കോൾഡ്? ഓപ്ഷൻ എ കൂപ്പൺ ബോണ്ട്, ഓപ്ഷൻ ബി കൺവേർട്ടബിൾ ബോണ്ട്, ഓപ്ഷൻ സി പ്രിഫറൻസ് ബോണ്ട്, ഓപ്ഷൻ ഡി സീറോ കൂപ്പൺ ബോണ്ട്. അതായത് ബോണ്ട് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, കൺവേർട്ടബിൾ ബോണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2018/2022 സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അക്കൗണ്ടൻസിയുടെ ഭാഗത്ത്, ബാങ്കിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്